ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട മോനായ ഇബ്രാഹിം എന്ന കുട്ടി വഫാത്തായപ്പോൾ, ചെറിയ കുട്ടിയാണ്, ആ കുട്ടി വഫാത്തായപ്പോൾ മുത്തുനബി തങ്ങളെ കുഞ്ഞാണ്, മോനാണ്. ഹബീബായ തങ്ങൾ ആ കുട്ടിയുടെ ഖബറിന്റെ അരികിൽ നിന്നു. എന്നിട്ട് ആ കുഞ്ഞിനോട് പറഞ്ഞു, സ്വന്തം മോനാണല്ലോ, യാ ബുനയ്യ, അല്ല കുഞ്ഞു മോനെ, എന്റെ മനസ്സ് വേദനിക്കുന്നു മോനെ, എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റുന്നു മോനെ. പക്ഷേ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് ഒന്നും പറഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് മോനെ, ഞാൻ എൻ്റെ മോനോട് പറയുന്നു, യാ ബുനയ്യ, ഖബറിൽ മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിച്ചാൽ, അല്ലാഹു റബ്ബി, അല്ലയാണ് എൻ്റെ റബ്ബെന്ന് എൻ്റെ മോൻ പറയണം. ഏതാണ് ദീനെന്ന് മലക്കുകൾ വന്ന് ചോദിച്ചാൽ, വൽ ഇസ്ലാമു ദീനി, ഇസ്ലാമാണ് എൻ്റെ ദീനെന്ന് എൻ്റെ മോൻ പറയണം. ആരാണ് റസൂൽ എന്ന് ചോദിച്ചാൽ, വറസൂലുള്ളാഹി അബീ, എന്റെ ബാപ്പയാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയണം. കാരണം ആ ബാപ്പാന്റെ മോനാണല്ലോ ഇബ്രാഹിം എന്ന കുട്ടി. അതുകൊണ്ട് എന്റെ ബാപ്പയാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയണം. ഇതിങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മകനായ ഇബ്രാഹിം എന്ന മകന്റെ ഖബറിന്റെ അരികിൽ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വഹാബത്ത് മുഴുവനും കരയാൻ തുടങ്ങി. ആ കരയുന്ന കൂട്ടത്തിലുള്ള സ്വഹാബിയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരൽപ്പം ഒച്ച വെച്ച് കരയാൻ തുടങ്ങി, ശബ്ദിച്ച് കരയാൻ തുടങ്ങി. ആ ഒച്ച കേട്ടപ്പോൾ ആ ഭാഗത്തേക്ക് മുത്തൊളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ആരാണ് ഈ ഒച്ച വെച്ച് കരയുന്നത്? എൻ്റെ ഉമറാണോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ യുബ്കീക യാ ഉമർ, അല്ലയോ ഉമറേ, എന്തിനാണിങ്ങനെ തേങ്ങിക്കരയുന്നത് ഉമറേ? എന്തിനാണിങ്ങനെ ഒച്ച വെച്ച് കരയുന്നത് ഉമറേ? എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, എന്റെ ജേഷ്ഠാനുജന്മാരെ, കൗമാരപ്രായമുള്ള ആൺമക്കളെ, പെൺമക്കളെ, എന്റെ വാതുകൾക്കുന്ന യുവതികളെ, ഈമാനുള്ള കാരണവന്മാരെ, നല്ലവരിൽ നല്ലവരായ ഉമ്മമാരെ, ഉപ്പമാരെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, മാ യുബ്കീക യാ ഉമർ, അല്ലയോ ഉമറേ, എന്തിനാണ് ഇങ്ങനെ തേങ്ങിക്കരയുന്നത് ഉമറേ? എന്തിനാണ് ഈ ഒച്ച വെച്ച് കരയുന്നത് ഉമറേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നബിയേ, എങ്ങനെ കരയാതിരിക്കും നബിയേ, എങ്ങനെ കരയാതിരിക്കും നബിയേ? ഈ ഖബറിൽ കിടക്കുന്നത് ആരാണ് നബിയേ? ഹാദാ വലദുക, ഈ ഖബറിൽ കിടക്കുന്നത് അങ്ങയുടെ കുട്ടിയാണല്ലോ നബിയേ, അങ്ങയുടെ മോനാണല്ലോ നബിയേ. വമാ ബലഗൽ ഹുലൂം, ആ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലല്ലോ നബിയേ. ആ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടോ? ഇല്ലല്ലോ നബിയേ. നബിയെ, ആ കുട്ടി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ആ തെറ്റ് കണക്കാക്കപ്പെടൂലല്ലോ നബിയെ, കുട്ടിയാണല്ലോ നബിയെ. ഇനി ആ കുട്ടിക്ക് ഇത് ചൊല്ലിക്കൊടുക്കുന്നതാരാണ്? തങ്ങളാണല്ലോ നബിയെ. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ തങ്ങളാണല്ലോ നബിയെ. ഏതൊരാളെയും രക്ഷപ്പെടുത്താൻ അല്ലാഹു തആല തങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ടല്ലോ നബിയെ. എന്നാൽ ഞാനിപ്പോൾ ഓർക്കുന്നത് ഞാൻ എന്നെ കുറിച്ചാണ്.
നബിയേ, ഈ കരയുന്ന ഉമറിന്റെ അവസ്ഥ എന്തായിരിക്കും നബിയേ? ഈ പാവപ്പെട്ട ഉമറിന്റെ കഥ എന്തായിരിക്കും? കാരണം ഉമറിന് പ്രായപൂർത്തിയായിട്ടുണ്ടല്ലോ നബിയേ. ഉമർ എന്ത് തെറ്റ് ചെയ്താലും അത് എഴുതാൻ മലക്കുകളോട് അല്ലാഹു തആല ഏൽപ്പിച്ചതാണല്ലോ നബിയേ. പക്ഷേ ഉമറങ്ങ് മരിച്ചാൽ ഈ ഉമറിനെ തൽക്കീന ചൊല്ലിത്തരാൻ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടാകണമെന്നില്ലല്ലോ നബിയേ. ഇപ്പൊ ഇബ്രാഹിം എന്ന കുട്ടിക്ക് അല്ലാഹു എന്റെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് തങ്ങളാണ്, എന്റെ ദീൻ ഇസ്ലാമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് തങ്ങളാണ്. ഇതുപോലെ എന്റെ ബാപ്പയാണ് അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് തങ്ങളാണ്. പക്ഷെ ഈ പാവപ്പെട്ട ഉമരെങ്കാലും മരിച്ചാൽ ഉമറിന് ഇത് പറഞ്ഞു തരാൻ തങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ടാകണമെന്നില്ലല്ലോ നബിയേ. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ഉമർ പോയി ഖബറിൽ കിടക്കുന്നതിനെ ഓർത്തുകൊണ്ടാണ് സാധുവായ ഞാനിങ്ങനെ കരയുന്നത് നബിയേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞപ്പോഴാണ് ചരിത്രത്തിൽ കാണാം. ഫബക്കൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബക്കത്തിസ് സ്വഹാബത്തു മഅഹു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുപോയി. തങ്ങളെ കരച്ചില് കണ്ടപ്പോൾ സ്വഹാബത്ത് ഒന്നടങ്കം കരഞ്ഞുപോയി. അപ്പോഴാണ് സ്വഹാബത്തിനെ സമാധാനിപ്പിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ സമാധാനിപ്പിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഇബ്രാഹീമിലെ ആയത്ത് യജമാനനായ അല്ലാഹു തആല അവതരിപ്പിക്കുകയാണ്. നബിയേ, ഉമറിനോട് പറയൂ, വിഷമിക്കണ്ട ഉമറേ, പ്രയാസപ്പെടണ്ട ഉമറേ, അത് ഓർത്ത് കരയേണ്ടതില്ല ഉമറേ. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. നല്ല ഈമാനുണ്ടോ? ഈമാനുള്ള സത്യവിശ്വാസികളാണോ? ആ സത്യവിശ്വാസികൾ മരിച്ചിട്ട് ഖബറിൽ പോയി കിടന്നാൽ മലക്കുകൾ വന്നിട്ട് അവരോട് ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ അല്ലാഹു ഈമാനുള്ള സത്യവിശ്വാസികൾക്ക് അവസരം കൊടുക്കും നബിയേ. അത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയൂ നബിയേ എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹീമിൽ ഒരു ആയത്തിറക്കിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അല്ലാഹു തആല സമാധാനിപ്പിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഖബറിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ സാധുക്കളായ ഞങ്ങളെയെല്ലാം നീ ഉൾപ്പെടുത്തി തരണം റഹ്മാനേ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ വരികൾ എത്ര അർത്ഥവത്തായ വരികളാണ്. ഖുബൂറുനാ തുബ്നാ വനഹ്നു മാ തുബ്നാ. ഞങ്ങളെ ഖബറുകളെല്ലാം നിർമ്മിക്കപ്പെട്ടു. ഒരു ഭാഗത്ത് ഖബറുകളെല്ലാം അതാ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളോ വനഹ്നു മാ തുബ്നാ, ആ ഖബറുകളിൽ പോയി കിടക്കാൻ ഞങ്ങളതാ തൗബ ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ. നമ്മൾ തൗബ ചെയ്തിട്ടല്ലേ ഖബറുകളിൽ പോയി കിടക്കേണ്ടത്. എന്നാൽ ഞങ്ങൾ ഇപ്പോഴും തൗബ ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങളെ ഖബറുകളൊക്കെ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളതാ തൗബ ചെയ്തിട്ടില്ല. യാ ലൈതനാ തുബ്നാ ഖബ്ല അൻ തുബ്നാ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ ലൈതനാ തുബ്നാ, ഞങ്ങൾക്കൊന്ന് തൗബ ചെയ്തുകൂടായിരുന്നോ? ഞങ്ങൾക്കൊന്ന് തൗബ ചെയ്തുകൂടായിരുന്നോ? ഖബ്ല അൻ തുബ്നാ, ഞങ്ങൾക്ക് വേണ്ടി ഒരു ഭാഗത്ത് ഖബറുകൾ തുറന്നു വെക്കുമ്പോൾ ആ ഖബറുകൾ തുറന്നു വെക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊന്ന് തൗബ ചെയ്തുകൂടായിരുന്നോ
എന്തൊരു അർത്ഥവത്തായ വാക്കുകളാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ അവിടുന്ന് ചോദിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല ലക്ഷ്യബോധത്തോടുകൂടെയുള്ള ജീവിതം അത് വല്ലാത്ത ജീവിതമാണ്. നല്ല ലക്ഷ്യബോധം വേണം. അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് എന്ത് ചെയ്താലും അതേ അല്ലാഹു തആല ഒരു താക്കീത് നൽകുകയാണ്. സൂറത്തു ഇബ്രാഹീമിൽ അല്ലാഹു തആല പറഞ്ഞു, വഅൻദിരിന്നാസ യൗമ യഅതീഹിമുൽ അദാബ്. നബിയേ, ജനങ്ങൾക്ക് ഒരു വാർണിംഗ് നൽകണം, ജനങ്ങൾക്ക് ഒരു താക്കീത് നൽകണം. അവർക്ക് അല്ലാഹുവിന്റെ അദാബ് വരാൻ പോകുന്നൊരു ദിവസമുണ്ട്. അന്ത്യനാളിൽ എല്ലാം വിലയിരുത്തിയിട്ട് ശിക്ഷിക്കാനാണോ അർഹൻ, എന്നാൽ അല്ലാഹ് ശിക്ഷിക്കും. ആ ശിക്ഷയുടെ ഒരു ദിവസം അവർക്ക് വരാനുണ്ട് എന്ന ഒരു താക്കീത്, ഒരു വാർണിംഗ് അവർക്ക് നൽകണം നബിയേ. എന്നാൽ ധിക്കാരികളായ ആളുകളോ, അവർ അല്ലാഹുവിനോട് സമയം ചോദിക്കും. ഫയഖൂലുൽ ലദീന ളലമൂ, അക്രമികളായ ആളുകൾ, ദുനിയാവിൽ സ്വന്തം ശരീരത്തെ ആക്രമിച്ച് നടന്നവർ, തെറ്റ് ചെയ്ത് നടന്നവർ, ആ അക്രമികളായ ആളുകൾ അവിടുന്ന് പറയും, റബ്ബനാ, അല്ലാഹുവിനോട് അവർ ആവശ്യപ്പെടും, ഞങ്ങളെ റബ്ബേ, അഖിർനാ ഇലാ അജലിൻ ഖരീബ്, ഞങ്ങൾക്കൊരൽപ സമയം കൂടി തരുമോ ഒന്ന് നന്നാകാൻ. എന്നാൽ നുജിബ് ദഅവതക വനത്തബിഉർ റുസുൽ, നീ ഏതിലേക്കാണോ ഞങ്ങളെ ക്ഷണിച്ചത് അതിലേക്ക് ഞങ്ങൾ വരാം. നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ നടക്കാം. നിന്റെ പ്രവാചകന്മാരെ അനുസരിച്ച് ഞങ്ങൾ ജീവിക്കാം. പക്ഷേ ഞങ്ങൾക്കൊരു ചെറിയ സമയം കൂടി തരുമോ അല്ലാഹ് എന്ന് അല്ലാഹ് അവരെ ശിക്ഷിക്കുമ്പോൾ, അവർ അല്ലാഹുവിനോട് ആവശ്യപ്പെടുമ്പോ അല്ലാഹ് അവരോട് പറയാണ്, അവലം തകൂനു അഖ്സംതും മിൻ ഖബൽ, ഞാൻ നിങ്ങൾക്ക് മുമ്പ് എത്ര നേരം തന്നു, എത്ര സമയം തന്നു, എന്തെല്ലാം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പാഠങ്ങൾ തന്നു. പക്ഷേ എത്രയെല്ലാം നിങ്ങൾ നന്നാകാൻ അവസരം തന്നിട്ടും മാലക്കും മിൻ സവാൽ, നിങ്ങൾക്കൊരു മാറ്റവും ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾക്കൊരു ചേഞ്ചസും ഉണ്ടായിരുന്നില്ലല്ലോ. കണ്ടാ, ഇതൊക്കെ കാണുമ്പോ നമ്മൾ ഇങ്ങനെ മാറണം. അല്ലാഹ് അവിടുന്ന് ചോദിക്കാണ്, മാലക്കും മിൻ സവാൽ, നിങ്ങൾക്കൊക്കെ മാറാൻ, നിങ്ങളെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ എന്തൊക്കെ ഞാൻ നിങ്ങൾക്ക് അവസരം തന്നിട്ടുണ്ട്. നിങ്ങളെ കൺമുന്നിൽ നിങ്ങൾക്ക് ഞാൻ പല പാഠം നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. പക്ഷെ മാലക്കും മിൻ സവാൽ, നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായില്ലല്ലോ, നിങ്ങൾ ആ പഴയ പോലെ തന്നെ ആയില്ലേ. നമ്മളിനിപ്പോ മാറണം. ഇപ്പൊ നമ്മൾ ഇതനുസരിച്ച് ഇനിയിപ്പോ യുദ്ധം നമ്മളിപ്പോ ഇങ്ങനെ ചർച്ച ചെയ്യണം തരും. എപ്പ തീരും, എപ്പ തീരും, ഇതെപ്പ തീരും എന്ന് പറയുമ്പോൾ ട്രംപും ഇറാൻകാരനും പറയണ്ടേ എപ്പ തീരും. ഇത് തീർക്കൂന്ന് പറഞ്ഞിട്ടും പിന്നെ ആക്രമിക്കുകയാണ്. അപ്പൊ പിന്നെ എപ്പ തീർക്കും ആർക്കറിയാം? ആർക്കും അറിയില്ല. എപ്പ തീരും എന്നല്ല നമ്മൾ ചിന്തിക്കുക. നമ്മൾ നന്നായി ദുആ ചെയ്യണം, നിരന്തരം ദുആ ചെയ്യണം. പ്രവാസി ലോകത്ത് കഴിയുന്നവർക്ക് വേണ്ടി നന്നായി ദുആ ചെയ്യണം. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നിങ്ങളൊക്കെ ആമീൻ പറയും. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഇതൊന്നും അവസാനിച്ചില്ലെങ്കിൽ വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ അവർക്ക് ചെയ്യാനുള്ള, ഞങ്ങളെ കൊണ്ട് കഴിയണ ഒറ്റ ഒന്ന്, 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞ് അവർക്ക് വേണ്ടി നന്നായി ദുആ ചെയ്യണം. ഞങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഞാനിത് വെറുതെ പറയല്ല. ദ്വാർക്ക് നമുക്ക് വേറൊന്നും ആക്കാൻ കഴിയില്ല. ആക്കാൻ കഴിയോ? നിങ്ങൾക്ക് ഒബർലക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഇവിടുന്ന് ഒരു മിസൈൽ അങ്ങോട്ട് പോവോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. ആരോട് സംസാരിക്കുന്ന പറഞ്ഞു, അല്ല ഞങ്ങൾ സംസാരിച്ചില്ല, ക്ലിയർ ആക്കാൻ. എന്ത് സംസാരിച്ചു? നമ്മൾ ഇവിടുത്തെ പ്രശ്നമാണെങ്കിൽ സംസാരിച്ച് ക്ലിയർ ആക്കാം. ഇപ്പൊ എല്ലാം ചോദിക്കുന്നത്, ആരെന്തേ മിണ്ടാത്ത എന്തേ, ആര് മിണ്ടാത്ത എന്തേ, ആര് മിണ്ടിട്ടത് ക്ലിയർ ആക്കാത്ത എന്തേ? ഇതെല്ലാം മിണ്ടിയിട്ട് ക്ലിയർ ആക്കുന്ന പോലത്തെ വിഷയമാണെങ്കിൽ എപ്പോഴോ ക്ലിയർ ആക്കണ്ടേ? എന്ത് ക്ലിയർ ആക്കുന്ന? നമ്മളെ നാട്ടിൽ തന്നെ ചില മനുഷ്യന്മാരോട് പറഞ്ഞാൽ ക്ലിയർ ആവാത്ത മനുഷ്യന്മാരാ നമ്മളെ നാട്ടിലല്ലേ. പിന്നെ അവരോട് പറഞ്ഞിട്ട് ക്ലിയർ ആവും?
നമ്മളെ നാട്ടിൽ തന്നെ എത്ര പരസ്പരം മിണ്ടാത്തവരില്ലേ? കുടുംബത്തിനുള്ളിൽ തന്നെ മിണ്ടാത്തവർ എത്ര ആളുണ്ട്? ഇല്ലേ? ഒരേ നാട്ടിലെ അയൽ വീട്ടുകാർ തമ്മിൽ മിണ്ടാത്തവർ എത്ര പേരുണ്ട്? കുടുംബത്തിൽ പിണക്കൾ എത്ര പേരുണ്ട്? നമ്മ എത്ര ആള് തമ്മിൽ ശരിയാക്കാൻ നോക്കി? ഒരിന്നുവരെ ശരിയായിന? നമ്മളെ നാട്ടിൽ നമ്മളെ കുടുംബത്തിൽപ്പെട്ടവരോട് പറഞ്ഞിട്ടാണ് ശരിയായിട്ടില്ല, പിന്നെ ഓരോട് നമ്മ പറഞ്ഞ ശരിയാന്ന് വെച്ചു. ഇത് നമ്മ പറഞ്ഞിട്ട് ശരിയാക്കണം. അള്ള തന്നെ ബുദ്ധി കൊടുക്കണം. അത്രേ അള്ള ഓർക്ക് നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടി നമ്മ ദ്വാർക്കണം. നമുക്ക് ആകെ ഇപ്പൊ ചെയ്യാൻ പറ്റുമെന്ന് ദ്വാർക്കണം. അതും കൂടി നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആഖിറത്തിൽ അള്ളാഹിനോട് ഉത്തരം പറയേണ്ടി വരും. നമ്മൾ ദ്വാർക്കണം. നമ്മളെ കഷ്ടപ്പാട് മാത്രം പറഞ്ഞിട്ട് ദ്വാർന്നാൻ പറ്റൂല. ഉമ്മമാരെവിടെ ഇരുന്ന് വേദനിക്കുന്നത്? ഈ ഭാഗത്തുണ്ട്. ഉമ്മമാരെ, നിങ്ങളെല്ലാം എപ്പോഴും തഹജ്ജുദ് നിസ്കാരത്തിൽ എണീക്കുന്നവരാണ് ഉമ്മമാര്. ഞാൻ ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളെ കഷ്ടമോ, നിങ്ങളെ മാപ്പിളന്റെ കഷ്ടമോ, നിങ്ങളെ പിന്നെ പുറക്കാരെ കഷ്ടമോ, ഈ കഷ്ടം മാത്രം പറഞ്ഞിട്ട് ദ്വാരന്നാ പോരാ. നിങ്ങൾ കുറച്ച് ഓർക്കും വേണ്ടി ദ്വാരക്കണം. അല്ല, ഇതെല്ലാം ഒന്ന് നിർത്തിത്താറബേ. യുദ്ധ കൊതിയന്മാരെ നീ ഒതുക്കിക്കളയണേ അല്ലാ. ആ യുദ്ധ കൊതിയെ തുടർന്ന് എത്രയോ ആളുകൾ വലിയ പ്രയാസത്തിലാണ്. അതെല്ലാം നീ രക്ഷപ്പെടുത്തണേ അല്ലാ എന്നൊന്ന് ദ്വാർക്കണം ഉമ്മമാരെ. നമ്മൾ ദ്വാർക്കണം. ആ പ്രവാസികളുടെ പ്രയാസം അത് നമ്മുടേതായി നമ്മൾ കണ്ടിട്ട് ദ്വാർക്ക. പ്രവാസി എന്ന് പറഞ്ഞ വേറെ ആരുമല്ല, നമ്മളെ മക്കോ. ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളെ ഭർത്താക്കന്മാർ, നമ്മളെ കുടുംബത്തിലുള്ളവർ, നമ്മളെ നാട്ടുകാര്. നമ്മളെ നാടുകളൊക്കെ ഇത്രയും വികസിക്കാൻ കാരണം എല്ലാവരും കൃഷി ചെയ്തിട്ടാ? അല്ല. എന്ത് കൃഷി? പഴയ കാലത്ത് കൃഷി ചെയ്തിരുന്ന ഉപ്പാപ്പമാർ, അള്ളാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ആ കൃഷി ചെയ്ത ഉപ്പാപ്പാന്റെ പുള്ളിയോട് ഇന്ന് കൃഷി ചെയ്യാൻ പറഞ്ഞ ഓ നിൽക്കൂല. നിൽക്കുന്നനാ? അതെനിക്കാവല. ഓനപ്പം ഫ്ലൈറ്റ് കയറാൻ നോക്കും ദുബായ്ക്ക്. ഗൾഫുക്ക് പോന്നെ. എന്താ കാരണം? ഓൻക്കറിയാം ഗൾഫിൽ പോയാൽ കുറച്ച് പൊടി കാശ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങളെ നാടുകളിലൊക്കെ വലിയ മാറ്റം വരുത്തിയത്. അങ്ങനെയാണ് എത്രയോ പള്ളികൾക്കും സ്ഥാപനങ്ങൾക്കും മദ്രസകൾക്കും ഒക്കെ ഒരുപാട് സഹായം ഉണ്ടായിട്ടുണ്ട്. എത്ര സ്ഥലങ്ങളിലാണ് പാവപ്പെട്ടവരെ സഹായിക്കുന്ന പ്രവാസികൾ, ഒരുപാട് കഷ്ടത്തിലിരിക്കുന്നവർ, രോഗികളായി കഴിയുന്നവർ, അവരെയൊക്കെ സഹായിച്ചിരുന്നവർ അല്ലേ? ഇന്നിപ്പോ ഞങ്ങൾ ചിലപ്പോ അവർക്ക് കൊടുക്കേണ്ടി വരും. ആ ഒരു വിഷമത്തിലുള്ളവരും ഉണ്ട്. എല്ലാരെ കുറിച്ച് ഞാൻ പറയല്ല. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി കാര്യമായി കൊടുക്കാനുള്ള ഒരു ആശ്വാസം ദുആയാണ്. നമ്മൾ നന്നായി ദ്വാരക്കന്നെ. നമ്മൾ ഒറ്റക്കും ദ്വാരക്ക, കൂട്ടമായും ദ്വാരക്ക. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുവേ, നീ സന്തോഷവും സമാധാനവും നൽകണം റഹ്മാനെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇതിൽ നിന്നെല്ലാം നല്ലവണ്ണം പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കണം, മാറ്റം വരുത്തണം. നമ്മൾ ഈ അടിച്ചു പൊളിച്ചിട്ട് ജീവിക്കുന്ന ഇപ്പൊ എല്ലാം അടിച്ചുപൊളിയാണ്. നോമ്പ് തുറ എങ്ങനെയാണ്? നമ്മൾ നോമ്പ് തുറന്നില്ല, ഇപ്പൊ എന്താ? അടിച്ചു പൊളിച്ചിട്ടുള്ള നോമ്പ് തുറയാണ്. അങ്ങനെയാണ് എല്ലാത്തിലും അടിച്ചുപൊളി. കല്യാണം അടിച്ചുപൊളി. നോമ്പ് തുറയും അടിച്ചു പൊളിച്ചിട്ട്. അത്താഴം അടിച്ചു പൊളിച്ചിട്ട് തന്നെ 4 മണിക്ക് വെച്ചിട്ട് എല്ലാം അടിച്ചുപൊളി. അടിച്ചു പൊളിച്ചിട്ടല്ലാത്ത വേറെ വിഷയം ഇല്ല. ഇനി അടിച്ചു പൊളിച്ചെങ്കിൽ ആവാല. ഇനി അടിച്ചു പൊളിച്ചെങ്കിൽ പിറ്റേ 3-ാം ദിവസം നീ പട്ടിണിയാവും. ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. ഞാൻ അടിച്ചു പൊളിച്ചത് നോക്കണ്ട. ഞാൻ ഉമ്മമാരോട് പറയട്ടെ, വീട്ടിലത്തെ ഭക്ഷണ രീതിയിൽ നല്ല ക്രമം വരുത്തണം. ഇങ്ങനെ ദൂർത്തടിച്ചിട്ട് വേസ്റ്റ് ആകണ ഒരു അവസ്ഥ വരുത്താൻ പാടില്ല. ആവശ്യമുള്ളതുണ്ടാക്കുക. പൈസ വളരെ സൂക്ഷിക്കുക. ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് അവിടുന്ന് ഇവിടുന്നെല്ലാം കടം എടുത്തിട്ട് കടം തീർക്കാന്നെല്ലാം പറയാൻ നിൽക്കണ്ട. എവിടെ നിന്ന് ഇപ്പൊ തീർക്കുന്നേ? ഇങ്ങനെല്ലാം ആയാല് അല്ല, നമ്മൾ കാണണല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞില്ലേ, നിങ്ങൾ അമിതമായിട്ടുള്ളതിലേക്കൊന്നും ഇങ്ങനെ എക്കിട്ട് നോക്കണ്ടെന്ന് പറഞ്ഞു ഇസ്ലാം. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയല്ലേ, ഇങ്ങനെ എക്കിട്ട് നോക്കുന്നേ. ഇവിടെ എന്താ പറയല്ലേ? അങ്ങനല്ലേ? അതാ എനിക്കല്ല തന്നത് മാത്രമേ ഞാൻ നോക്കുക. ഞാൻ ഇങ്ങനെ എക്കിട്ട് പിന്നൊരുത്തനിലേക്ക് നോക്കണ്ട. ഓൻ കുറച്ച് കൂടുതൽ കിട്ടിയെന്നല്ലേ പറഞ്ഞിട്ട്. അള്ള നിനക്ക് വിഹിതിച്ച് തന്നതുണ്ടല്ലേ, നിനക്ക് തന്നതിൽ നീ തൃപ്തിപ്പെടും. നീ നല്ല സമാധാനമുള്ളവനാ. നീ എക്കിട്ട് ബാരുടെ അടുത്തേക്കൊന്നും നോക്കണ്ട. ഓൻക്ക് അത്ര അള്ള കൊടുത്തിന്, ഇത്ര കൊടുത്തിനല്ല. നമ്മ ക്രമീകരിക്കണം.
പരിശുദ്ധ ഇസ്ലാം അന്ന് പറഞ്ഞ ഓരോന്നിനും ഇന്നതിന്റെ മഹത്വം നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? ഇന്നിപ്പോ ഗ്യാസിന്റെ വിഷയം വന്നപ്പോൾ നമ്മൾ അങ്ങനെ അല്ലായത്. എത്രയാണ് ശ്രദ്ധിക്കുന്നത്? ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ജീവിതത്തിൽ നല്ല മാറ്റം വരുത്തണം. നമ്മൾ ജീവിതത്തിൽ നല്ലവണ്ണം പഠിക്കണം, ഉൾക്കൊള്ളണം. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇനിയുള്ള നാളുകൾ യജമാനനായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കുന്നവരാകണം. നമ്മളതാ അക്രമികളായി നടക്കുന്നവരാകാൻ പാടില്ല. മറ്റുള്ളവനെ ശല്യം ചെയ്യുന്നവനായി ഞാൻ ഒരിക്കലും അതപ്പതിക്കാൻ പാടില്ല. ഞാനിവിടെ ചെയ്ത് തീർക്കേണ്ടുന്ന ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. ഞാനിവിടെ ചെയ്ത് തീർക്കേണ്ടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതെ, നമ്മളിങ്ങനെ വേറെ ആവശ്യമില്ലാത്ത പലതിൻ്റെയും പിന്നാലെ പോകുന്നവരാകാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും എല്ലാം കൂടിയിട്ട് ഇവിടെ ചെയ്തു തീർക്കേണ്ട ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ പിന്നിൽ വേണം. ഖുർആൻ ചോദിച്ചില്ലേ, അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്രകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. കേവലം ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അല്ലാഹ് അവനെ ശിക്ഷിക്കില്ല എന്ന് അവൻ കരുതിയോ? ഉത്തരവാദിത്വമുണ്ട്. ഈ വഅദ് പറയുന്ന എനിക്ക് എന്റേതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. ഞാനൊരു പള്ളിയിലെ ഇമാമായാൽ, ഞാനൊരു പള്ളിയിലെ ഉസ്താദായാൽ എനിക്കവിടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാനൊരു ബാങ്ക് വിളിക്കണയാളായാൽ എനിക്കവിടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ബാങ്ക് വിളിക്കുന്ന ആളുടെ ഉത്തരവാദിത്വം? അയാൾ ഒരു സ്ഥലത്ത് ബാങ്ക് കൊടുക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ, ഇവിടെ ബാങ്ക് കൊടുക്കുന്ന ആളുണ്ടാ? ഓ മാഷാ അല്ലാഹ്, എവിടെ നാട്? ഓ, നിങ്ങൾക്ക് രണ്ടാൾക്കും ദൂരം, നിങ്ങൾ ഈ പള്ളിക്ക് ദൂരത്തെ ഉസ്താദ്മാരെന്നെ കിട്ടിയല്ലേ? മാഷാ അല്ലാഹ്, അല്ലാഹു രണ്ടാൾക്കും ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. ഖത്തീബ് ഉസ്താദിന്റെ നാട് വയനാടാണ്. വയനാട്ടിക്ക് പോയിനാ? ഓരോ കൊണ്ടുപോയില്ലേ? നിങ്ങളെ കല്യാണം കഴിഞ്ഞോ? ഇവിടെ വന്നിട്ട് കഴിഞ്ഞോ? മുമ്പന്നെ. വയനാട് എന്ന് പറഞ്ഞ മനുഷ്യന്മാരെ, വയനാടാണ്, അതൊരു നാടന്നെ. അവിടെ പോയിട്ട് കാണണം, നാട് കാണണം. വയനാട് നല്ല രസമുള്ള കുടുംബസഹിതം പോകാൻ പറ്റിയ നാടല്ലേ വയനാട്. അപ്പൊ ഉസ്താദ്, വയനാട്ടിലത്തെ ഉസ്താദ്, ബാങ്ക് കൊടുക്കണ ഉസ്താദ് മാഷാ അല്ലാഹ് മലപ്പുറത്ത്. ഞാനൊക്കെ 9 വർഷക്കാലം പഠിച്ച സ്ഥലമാണ് മലപ്പുറം. 9 വർഷം മലപ്പുറം ജില്ലയിൽ ഒരു ഉസ്താദിന്റെ കീഴിൽ പഠിച്ചു. അപ്പൊ അള്ളാഹു 2 ഉസ്താദുമാർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഉസ്താദുമാർ അവർക്ക് അവരെ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നു. ഒരു സ്ഥലത്ത്, ഞാൻ ഇവിടുത്തെ ഉസ്താദ് എന്നല്ല പറയണം, മൊത്തം പറയണം, ഒരു സ്ഥലത്ത് ബാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ച ഒരു ഉസ്താദാണ് എങ്കിൽ ആ ഉസ്താദ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അയാൾ തീരുമാനിക്കണം, എന്റെ ഉത്തരവാദിത്വത്തിന് കീഴിൽ ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു നേരത്തെ ബാങ്ക് വിളി ഇല്ലാണ്ടാകാൻ പാടില്ല. അത് അയാൾ വലിയ ഉത്തരവാദിത്തമുള്ള ആളാവുമ്പോൾ അപ്പോഴാണ്. ഒരു ദിവസം ബാങ്ക് ഇല്ലാണ്ടായാൽ എന്താ ആവാൻ പോകാനൊന്നുമില്ല എന്ന് കരുതിയിട്ട് മൂപ്പര് ചോദിച്ചു, ഞാൻ ബാങ്ക് കൊടുക്കുന്നു, നിങ്ങൾ വരുന്നാരാ? അതയാൾ നോക്കണ്ട, ബാങ്ക് കൊടുക്കാനാണ് അയാള്. വരുന്നാറില്ലേ നല്ല നോക്കിക്കോളൂ. എന്റെ കണക്കങ്ങനെയാണ്. ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ പിന്നെ അങ്ങനെയാണ്, അതങ്ങനെയാണ്. ഇനി ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. ഞങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്വം? ഞങ്ങ ഒരു നേരത്തെ ബാങ്ക് ഇല്ലാണ്ടായാൽ ഞങ്ങൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആരറിയാ? ഇവിടെ എല്ലാം നല്ലവരാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ജോറാമീൻ ചൊല്ലിയില്ലേ ഞാൻ കരുതും അങ്ങനത്തെ കുറച്ചാളിവിടെ ഉണ്ട് എന്ന് കരുതും. അതുകൊണ്ട് ജോറാമീൻ പറഞ്ഞു, അള്ളാഹ് നിങ്ങൾക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഈ കൊറോണ കാലത്ത് ജുമാ ഇല്ലാണ്ടായപ്പോൾ വലിയ ബേജാറായവൻ ആരറിയോ? ആര്? കൊറോണന്റെ മുമ്പും ജുമാക്ക് വരാത്തോനും.
ഓങ്കാണ് ഭയങ്കര ടെൻഷൻ ആയത്. അപ്പൊ ഓനോട് ചോദിച്ചു, കൊറോണന്റെ മുമ്പ് ജുമാ ഉണ്ടായില്ല, അപ്പൊ നീ ജുമാക്ക് വന്നിനാ? അപ്പല്ല. അപ്പൊ നമ്മളെ ഉത്തരവാദിത്വം എന്ത്? നമ്മൾ ജമാഅത്തിന് പള്ളിയിലെത്തുക നമ്മളെ ഉത്തരവാദിത്വമാണത്. ഒരു ജമാഅത്ത് നടക്കണമെങ്കിൽ ചുരുങ്ങിയത് പള്ളിത്തെ ഉസ്താദ് ഉണ്ടായത് കൊണ്ട് മാത്രം ജമാഅത്താവൂല. പള്ളിത്തെ ഉസ്താദ് ഇല്ല. ജമാഅത്താവണമെങ്കിൽ അല്ല, ബാക്കിൽ മലക്ക് ജിന്നെല്ലാം പള്ളിയിൽ നിന്ന്. മലക്ക് ജിന്ന് എത്ര ഉണ്ടാവും? ആയിരക്കണക്കിനുണ്ടാവും. ഞമ്മ നോക്കാനില്ല. മനുഷ്യന്മാർ വേണം. ഒരു ഇമാമും വേണം. അപ്പോഴാണ് ജമാഅത്താവൽ. ഒരു ഇമാമും അല്ല, അത് ഖത്തീബ് ഉസ്താദ് മുക്രിക്ക് ഉസ്താദും ഉണ്ട്. അതാവാല. ഒരു നാട്ടിൽ മഹാന്മാർ പറഞ്ഞു, ജമാഅത്തിന് പള്ളിയിലേക്ക് പോവാന്ന്, ജമാഅത്ത് നടത്താന്ന് പറഞ്ഞാൽ അത് ഫർള് കിഫായയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ എന്താ? സാമൂഹിക ബാധ്യതയാണ്. അതാരും പോയില്ലെങ്കിൽ എല്ലാവർക്കും കുറ്റം കിട്ടും. ആരെങ്കിലും ഒരുത്തം പോയാൽ എല്ലാവരും കഴിച്ചിലാവും. അപ്പൊ നമ്മളെ ഉത്തരവാദിത്വം എന്താണ്? നമ്മളെ ജമാഅത്തിന് വരൽ നമ്മളെ ഉത്തരവാദിത്വമാണ്. അത് നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ആ ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾ നിർവഹിക്കാതെ കേവലം ഞങ്ങ മുസ്ലിം, ഞങ്ങ മുഅ്മിന് എന്നിങ്ങനെ പറഞ്ഞു നടന്നാൽ അശിബന്നാസു അൻ യുത്രകൂ, ഓനെ ശിക്ഷിക്കാതെ അല്ലാഹു തആല അവനെ വെറുതെ ആഖിറത്തിൽ വിടുമെന്നവൻ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരാളും വിചാരിക്കണ്ട. മക്കളെ നേർവഴിയിലേക്ക് എത്തിക്കുക എന്നത് ആരുടെ ഉത്തരവാദിത്വമാണ്? മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. സ്വന്തം മക്കളെ നേർവഴിയിലേക്ക് എത്തിക്കുക എന്നത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചില്ല എന്ന് കണ്ടാലോ, അതാണ് ഖുർആനിൽ അല്ലാഹ് ചോദിച്ചത്. ഞങ്ങൾ മുസ്ലിം എന്ന് ചൊല്ലിയത് കൊണ്ട് മാത്രം ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ അവർ നടന്നാൽ അവരെ ഞാൻ വെറുതെ വിടുമെന്നവർ കരുതുന്നുണ്ടോ? അങ്ങനെ ഒരാളും കരുതേണ്ടതില്ല. മക്കൾ എങ്ങനെ നടക്കണം ബാപ്പ തീരുമാനിക്കണം, ഉമ്മ തീരുമാനിക്കണം. മക്കൾ എങ്ങനെ ജീവിക്കണം ബാപ്പ തീരുമാനിക്കണം, ഉമ്മ തീരുമാനിക്കണം. മാതാപിതാക്കൾ വരെ പഠിപ്പിക്കണം. ഇപ്പൊ പഴയ കാലം പോലെയല്ലല്ലോ. കാലം ഇങ്ങനെ മാറി മാറി വരികയാണ്. മക്കൾക്ക് വേറെ പലതിനോടും വലിയ താല്പര്യമാണ്. സ്വന്തം മക്കൾക്ക് ബാപ്പാനെ നോക്കുന്നതിൽ താല്പര്യമില്ല. സ്വന്തം മക്കൾക്ക് ഉമ്മാനെ നോക്കുന്നതിന് താല്പര്യമില്ല. അല്ലാഹുവേ, ഞങ്ങളെ മക്കൾക്ക് നീ ഞങ്ങളെ ഒരിക്കലും ഒരു ഭാരമാക്കി കളയല്ല അല്ലാഹ്. നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ടുന്നൊരു ദുആയാണ് ഉമ്മമാരെ, ഉപ്പമാരെ, ഞങ്ങളെ മക്കൾക്ക് നീ ഒരിക്കലും ഭാരമാക്കല്ലേ ഞങ്ങളെ റബ്ബേ. അവർക്ക് ഞങ്ങളൊരു മൊരയായി പോന്നെ, അവർക്ക് ഞങ്ങളൊരു പൊരയായി പോന്നെ. ഓരോ സ്ഥലത്ത് ഓരോ പദാണ്, ഭാഷ വേറെയാണ്. ഞാനിപ്പോ ഇന്ന് സുബഹിക്ക് ശേഷം ഒരു സ്ഥലത്ത്, ഞങ്ങൾ ആ ഭാഗത്ത് ഒരു സ്ഥലത്ത് ഞാൻ ഒരു ജമാഅത്ത് കമ്മിറ്റിക്കാർ അവരൊരു പള്ളിന്റെ ഉസ്താദിന് വേണ്ടി ഒരു വീടുണ്ടാക്കി കൊടുത്തു. അവിടെ തന്നെ അവിടെ അടുത്ത് വീടുണ്ടാക്കിയും പിന്നെ നാട്ടുകെല്ലാം കൂടുതൽ പോകാനുണ്ടാകുന്നില്ലല്ലേ. അങ്ങനെ ട്രിക്സ്, ഭയങ്കര ട്രിക്സ്. അപ്പൊ വീടുണ്ടാക്കി കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ വന്നിട്ടൊന്നത് പാൽ കായ്ച്ചു തരണം. 5-ാം തീയതി ഞാൻ വയലിന് വേറെ പോകുന്നുണ്ട് മറ്റന്നാൾ. എന്നാലും അപ്പൊ സ്നേഹത്തിൽ വിളിച്ചപ്പോ ഞാൻ എന്റെ ദർസിലുണ്ടായിരുന്നു, ഞാൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, വീട് നോക്കുമ്പോ ഭയങ്കര ഉഷാറുണ്ട്. അപ്പൊ എന്നോട് അവർ പറഞ്ഞു, ഉസ്താദേ വീട് ഉഷാറാണ്, എന്നാലും കുറച്ച് പൊരണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് പോരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഭാഷയിൽ പോരാന്ന് പറഞ്ഞാൽ വീടുന്നല്ല, കുറച്ച് പോരാന്ന് പറഞ്ഞാൽ അപ്പൊ നോക്കുമ്പോ ഭാരമുണ്ട്, കട ഉണ്ട്. പോരാന്ന് പറഞ്ഞാൽ കടോ. ഓരോ ഭാഷന്റെ വ്യത്യാസം നോക്ക് നിങ്ങൾ. കടമുണ്ട്. അല്ലാഹു കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കട്ടെ. ശരിയാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ മക്കള് നമ്മളെ മക്കൾക്ക് ഞമ്മ പൊരാവരുത് പറഞ്ഞാൽ ഭാരമാവരുത്. നമ്മളെപ്പോഴും ദ്വാരക്കേണ്ടത് അങ്ങനെയാണ്, ഭാരാവരുത്.
നമ്മളെ മക്കൾ ഞങ്ങളെ ചന്തത്തിൽ നോക്കണം. അല്ലാഹു അവർക്ക് അതിന് ഭാഗ്യം കൊടുക്കണം. അല്ലെ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ബേജാറല്ലേ വയസ്സാവുമ്പല്ലേ എല്ലാം അവിടുന്ന് ഇവിടുന്ന് കേൾക്കുമ്പോ ഒരു മനസ്സിനൊരു ബേജാറ്. ഇപ്പൊ സൗദി അറേബ്യയിൽ കണ്ടില്ലേ ഇപ്പൊ അടുത്ത്, നിങ്ങളൊക്കെ സൗദി അറേബ്യയിൽ അവർക്ക് വിളിക്കുപോലെ സൗദി അറേബ്യയില് ഇല്ല, ആരും ഉറങ്ങുന്നില്ല. നിങ്ങൾ ആരും ബാക്കൊന്നും നോക്കണ്ട. ഉറങ്ങുന്നവനെ വിളിക്കുന്ന ഇപ്പൊ ആരും ഉറങ്ങിയിട്ടില്ല. ഈ കൂട്ടത്തിൽ ആരും, എന്റെ വാതിൽ ആരും ഉറങ്ങൂല, ഞാൻ ഉറങ്ങാൻ വിടൂല, ആരും ഉറങ്ങിയിട്ടില്ല. എന്നാലും ഞാൻ അങ്ങനെ പറയുമ്പോ ഒന്നും കൂടി സദസ് ഒന്ന് എളുകുമല്ലേ, ആരും ഉറങ്ങിയില്ല. ആ ഇപ്പൊ കണ്ട എന്തൊരു. അപ്പോ സൗദി അറേബ്യയില് നിങ്ങൾക്കറിയോ, ഒരു ഉമ്മാന്റെ മകൻ കോടതി വിധി കഴിഞ്ഞ് കണ്ണുനീരിറ്റിച്ച് പുറത്തു വരുന്ന ഒരു കാഴ്ച നിങ്ങൾ വായിച്ച പത്രത്തിലും സോഷ്യൽ മീഡിയയിലും അല്ലേ? എന്തിനായിരുന്നു അത്? ഒരു ഉമ്മാക്ക് 2 ആണുമക്കൾ. ശരിക്കും കേൾക്കി, നിങ്ങൾ എല്ലാ ഉമ്മമാര് കേൾക്കട്ടെ, ഞാനീ പറയും. ഒരു ഉമ്മാക്ക് 2 ആണുമക്കള്. ആ 2 ആണുമക്കളെ കൂട്ടത്തിൽ മൂത്ത മോനായിരുന്നു ഉമ്മാനെ നോക്കിക്കൊണ്ടിരുന്നേ. മൂത്ത മോന്, വലിയ മോന്. ഇപ്പൊ വലിയ മോനക്ക് പഴയതുപോലെ കഴിയുന്നില്ല, ആരോഗ്യമില്ല. അപ്പൊ പ്രശ്നങ്ങൾ കോടതിയിലെത്തിയപ്പോൾ കോടതി വിധിച്ചു? കോടതി വിധിച്ചു 2 മക്കളും തർക്കിക്കാണ്. എന്തിന് തർക്കം? ഉമ്മാനെ ഞാൻ നോക്കും. നമ്മളെ നാട്ടിൽ എന്തിന് തർക്കം? ഉമ്മനെ നീ നോക്കൂ. അങ്ങനെ തർക്കം. ഞാനിത് വെറുതെ പറയല്ല, അവിടെ തർക്കം അങ്ങനെ. ഈ 2 മക്കൾക്കിടയിൽ തർക്കം. ഉമ്മാനെ ഞാൻ നോക്കൂന്ന് വലിയ മോൻ പറയുന്നു, ചെറിയ മോൻ പറയുന്നു ഞാൻ നോക്കൂ. ഞമ്മ ഇവിടെ എങ്ങനെ തർക്കിക്കുന്നേ? നീ നോക്കൂ. ലാസ്റ്റ് ഞമ്മ നോക്കും തന്നെ. ഒരു മാസം നീ നോക്കൂ, പിന്നെ ഒരു മാസം ഞാൻ നോക്കുന്നേ. അങ്ങനെ ഇപ്പൊ ഉമ്മ ഇങ്ങനെ ഫുട്ബോൾ ഇങ്ങനെ ചവിട്ടിയിട്ട് മാസം ഓരോ പുറക്കി ഇങ്ങനെ തിരിച്ചിരിക്കുന്നു. ഉമ്മ ഇങ്ങനെ നട്ടത്തിരിക്കുന്നു. ഉമ്മ എന്താക്കുന്നേ? പാവം. ഉമ്മാക്ക് പിന്നെ ഉപ്പാന്റെ മരണം കഴിഞ്ഞാൽ പിന്നെ ഉമ്മാന്റെ ജീവിതം കഴിഞ്ഞു തന്നെ. മക്കൾ നേരില്ലെങ്കിൽ, മക്കൾ ശരിയില്ലെങ്കിൽ അങ്ങനെയാണ്. ഇനിയിപ്പോ ഉപ്പ മരിക്കണ മുമ്പ് ഉമ്മ മരിച്ചാലാ ഇയാൾ പിന്നെ മാനസിക രോഗിയാവാൻ വേറെ എന്തും വേണ്ട, മക്ക ശരിയില്ലെങ്കിൽ. എന്താ കാരണം? അത് ഞാൻ വെറുതെ പറയല്ല, അതുകൊണ്ട് എപ്പോഴും പറയും അല്ലേ, നിങ്ങൾ ആദ്യം മരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ ഭാര്യമാർ ആദ്യം മരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ചൊല്ലി നോക്കുക. മിണ്ടുന്നില്ല. ആദ്യം നിങ്ങൾ മരിക്കാനാ നിങ്ങളെ ആഗ്രഹം? അല്ല, മരണം ഉണ്ടെന്ന് ഉറപ്പല്ലേ മനുഷ്യന്മാര്. അള്ളാഹു ഞങ്ങൾ ആരെയും വേം മരിപ്പിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു 100 വയസ്സ് തരട്ടെ. അത് പോരാന്ന് പറയുന്നത് ജനാൽ, അത് മതിയാവല ഉസ്താദ്. ആയിക്കോട്ടെ. 102 വയസ്സായിട്ട് ഇപ്പവും ജീവിച്ചിട്ടുള്ള ഒരു ഉമ്മാമനെ ഞാൻ കണ്ടു. ഞാൻ എവിടെ ലക്ഷദ്വീപിൽ വാതിന് പോയപ്പോ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. 102 വയസ്സ് കാക്ക, വെറുതെ പറയാം. 102 വയസ്സ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ലക്ഷദ്വീപിൽ ഒരു ഉമ്മാമ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ പോയിട്ട് പറഞ്ഞു, ഇനി അടുത്ത വാതിന് വരുമ്പോഴും നിങ്ങളുടെ ജീവിച്ചിരിപ്പുണ്ടാവണമെന്ന് നമുക്ക് ദ്വാർപ്പിക്കണം. അങ്ങോട്ടും ഞാൻ ദ്വാർപ്പിച്ചു ആ ഉമ്മാമാനെ കൊണ്ട്. പ്രായമുള്ളവരല്ലേ, അവര് ദുആ വേഗം കേൾക്കും. നമുക്കിവിടെ പ്രായമുള്ളവർ പറഞ്ഞ മുസ്കിരിയാണ് ഇവിടെ. ഇല്ലമ്മ, പ്രായമുള്ളവരോട് ദ്വാർപ്പിക്കണം, അവരെ ദുആ വേഗം കേൾക്കും. അപ്പൊ 102 വയസ്സ്. അപ്പോഴാണ് എന്നോട് പുറക്കാർ പറയുന്നത് എന്തറിയോ, ഈ റമളാൻ ഫുള്ള് നോമ്പ് നോക്കി. 102 വയസ്സ് റമളാൻ ഫുള്ള് നോമ്പ് നോക്കിയെന്ന് മാത്രമല്ല, ഒന്നും കൂടി അത്ഭുതം പറയാൻ ഞാൻ നിങ്ങളോട്. അതിന്റെ പിന്നത്തെ ഒരു സുന്നത്ത് നോമ്പില്ലേ, 12 ദിവസം. എത്ര ദിവസം? 42 ദിവസം. 6 ദിവസം. ഓൻ നോക്കിയിട്ടേ ഇല്ല. ഓന് ചൊല്ലിയെങ്കിൽ നോക്കാത്തവൻ. ഓൻ നോക്കിയിട്ടേ ഇല്ല. അപ്പൊ ഓനോട് ചോദിച്ചു, നിനക്ക് നോമ്പില്ലേ? നോൻ പറഞ്ഞേ, അത് ശവ്വാൽ തീർന്നതിന് മുമ്പ് നോക്കിയാൽ മതി. ഉസ്താദ് വേള് പറഞ്ഞു, ശവ്വാൽ തീർന്നതിന് മുമ്പ് നോക്കിയാൽ മതി. അതുകൊണ്ട് ഓൻ ശവ്വാൽ തീർന്നതിന് മുമ്പ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞതല്ലാതെ ഓൻ നോക്കിയിട്ടേ ഇല്ല. ശവ്വാലിന്റെ പകുതിയായി ഓൻ നോക്കിയിട്ടില്ല. ഇപ്പോഴും ഓൻ പറയുന്ന അല്ല, ഇനിയും ശവ്വാൽ അവസാനം വരെ സമയമുണ്ടല്ലേ, നോക്കൂല. ആ തുടക്കത്തിൽ നോക്കാത്തവൻ നോക്കിയില്ല. പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് പിന്തിപ്പിച്ചെങ്കിൽ മാത്രമേ നോക്കൂ, അത്ര എന്നല്ലാതെ. ഈ ഉമ്മ ഉണ്ടല്ല, ഉമ്മമാരെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഈ ഉമ്മ 102 വയസ്സായിട്ടും ഈ ഉമ്മ എന്ത് നിങ്ങൾ പറയുന്നത്, ബലി നോമ്പുന്ന, സാക്കി നോമ്പുന്ന, എന്ത് പറയുന്നത്? അതിനെന്തോ നിങ്ങളെ ഭാഷ, ഉപ്പളത്തെ ഭാഷയിൽ പേര് പറയുന്നില്ല. എന്ത് പറയുന്നത്?
ചാക്കി നോമ്പല്ലേ? ഞങ്ങൾ ബലി നോമ്പെന്ന് പറയും കർണാടകക്കാർ. ചാക്കി നോമ്പെന്നും പറയും. ചില മനുഷ്യന്മാർ ബൈ നോമ്പെന്ന് പറയും. ബൈ നോമ്പ്, ബയ്യ വരുന്ന നോമ്പ്, എല്ലാ ഓരോ പേര് വ്യത്യാസം. 102 വയസ്സുള്ള പ്രായമുള്ള വല്യമ്മ റമളാന് ഫുള്ള് നോമ്പ് നോറ്റു വെച്ചാ റമളാൻ മാത്രമല്ല ഇഞ്ഞ റമളാന്റെ പിന്നത്തെ 6 നോമ്പ് സുന്നത്ത് നോമ്പ് നോറ്റു. പഴയ കാലത്തെ നമ്മളെ നാട്ടിന്റെ തനിമ അതാണ്. എന്തേ നമ്മളെ നാട്ടിൽ ഒരു ബലാ മുസീബത്തൊന്നും പണ്ട് വരാത്തെ? ഇപ്പൊ ബലാ മുസീബത്ത് വരാത്ത ഒരു ബലാ മുസീബത്തും ഇല്ലല്ലേ? അല്ലേ? എന്താ കാരണോ? ഞമ്മന്നെ ബലാ മുസീബത്ത്. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ മനുഷ്യന്മാരെ ഉറക്കാമി പറയും. പക്ഷെ പഴയ കാലത്തെ ഉമ്മമാരുടെ ദീനി തനിമ, അവരെ ഇബാദത്തിന്റെ പവറ്, പ്രായമുള്ള ഇച്ഛമാരുടെ പവറ്, പ്രായമുള്ള ഇല്ലമാരുടെ ഇബാദത്തിന്റെ പവറ് ഞങ്ങളെ നാടുകളെ ആഫത്ത് ബലാ മുസീബത്തുകളിൽ നിന്ന് തടുക്കുമായിരുന്നു. ഇന്നതില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് വലിയ വിഷയാണ്. ഇത് ചെറിയ വിഷയമൊന്നുമല്ല, വലിയ വിഷയാണ്. അപ്പോ ഈ 2 സൗദി അറേബ്യയിലെ ആ ഉമ്മയുടെ 2 മക്കള് പ്രായമുള്ള മോന് നോക്കിയിരുന്നു. ഇപ്പൊ പ്രായമുള്ള മോന്റെ കണ്ണിന്റെ കാഴ്ച എല്ലാം കുറച്ച് കുറഞ്ഞ്, ആരോഗ്യം കുറഞ്ഞ്. ഇപ്പൊ കോടതിയിൽ വിഷയമെടുത്തപ്പോ കോടതി വിധിച്ചു, ഇനി മൂത്ത മകൻക്ക് ആരോഗ്യമൊന്നും ഇല്ലാത്ത കൊണ്ടിട്ട് ചെറിയ മോന് ഉമ്മാനെ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ മൂത്ത മകൻ കണ്ണുനീരിറ്റിച്ച് കോടതിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ദൃശ്യാണത്. എനിക്ക് ഇനി എന്റെ ഉമ്മാനെ നോക്കാൻ അവസരമില്ലല്ലോ എന്നത് കണ്ടങ്ങള്. എനിക്ക് കുറെ ആളുകൾ ഇത് അയച്ചതെന്ന് ഉസ്താദ്, നിങ്ങൾക്ക് ഇത് വാതിലെല്ലാം വലിയ ഉപകാരപ്പെടും. കാരണം വിഷയമൊക്കെ തന്നെയല്ലേ. മാതാപിതാക്കൾ ഒരിക്കലും നമുക്ക് മക്കൾക്ക് ഭാരമാകാത്ത വിധത്തിൽ മാതാപിതാക്കളെ നല്ലവണ്ണം നോക്കണം. ആ വിധത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. ഇങ്ങനെ എല്ലാറ്റിലും വലിയ ഉത്തരവാദിത്വമുണ്ട്, എല്ലാറ്റിലും വലിയ ജവാബ്ദാരിയുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത പക്ഷം അവരോട് റബ്ബിന്റെ ചോദ്യമുണ്ട്. ഇത് ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. നമ്മുടെ പള്ളി നല്ല വൃത്തിയിൽ വേണമെന്നത് അൽഹംദുലില്ലാഹ് നല്ലൊരു പള്ളിയാണ്. ഇതന്നല്ലേ പള്ളി അല്ലേ? എന്തൊരു നല്ല മനോഹരമായ പള്ളിയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള പള്ളിയാണ്, നല്ല സൗന്ദര്യമുള്ള പള്ളിയാണ്, നല്ല ബറക്കത്തുള്ള പള്ളിയാണ്. ഒരു നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? ഇപ്പൊ ഇത് ബേക്കൂർ വബർല, ബേക്കൂർ വബർല എന്ന ഈ നാട്ടിൽ എത്ര വീടുകളുണ്ട്, എത്ര ബിൽഡിങ്ങുകളുണ്ട്, എത്ര കെട്ടിടങ്ങളുണ്ട്. എന്നാൽ ഈ കൂട്ടത്തിലെല്ലാം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്നറിയുമോ? ഈ പള്ളിയാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. ഒരു നാട്ടിൽ അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആ നാട്ടിലെ പള്ളികളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ പള്ളി എപ്പോഴും നല്ല വൃത്തിയിലുണ്ടാകണം, പള്ളിയുടെ പരിസരം നല്ല വൃത്തിയിലുണ്ടാകണം. അൽഹംദുലില്ലാഹ്, ഈ പള്ളി കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുകയാണ്. പള്ളിയുടെ പരിസരം നോക്കുമ്പോഴും വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. അല്ലാഹു ഇവിടത്തെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ, ഖൈർ നൽകണം റഹ്മാനേ, സന്തോഷം നൽകണം റഹ്മാനേ. പഴയ കാലങ്ങളിൽ ഞങ്ങളെ ഓരോ പള്ളികളിൽ ഏത് പള്ളിയുടെ ചരിത്രം എടുത്തു നോക്കിയാലും പഴയ കാലത്ത് മദ്രസകളുണ്ട്. ഇവിടെയും മദ്രസയുണ്ട്, ഇവിടെയും മദ്രസയുണ്ട്. അൽഹംദുലില്ലാഹ്. ഇപ്പൊ മദ്രസ തുടങ്ങിയ മദ്രസ കുറഞ്ഞ കുട്ടികളാണ്. കാരണം ഇവിടെ നിന്നൊക്കെ പലരും വരെ എങ്ങനെയല്ല പോയത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഇവിടെ കുറച്ച് കുട്ടികളെങ്കിലും ഉണ്ട്. ഉമ്മമാരെ, ആ കുട്ടികളെ നിങ്ങൾ കൃത്യമായി മദ്രസയിലോട്ട് പറഞ്ഞേക്കണം. അല്ലാഹു ബർക്കത്ത് അല്ലേ? മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഉസ്താദിനോട്, ഉസ്താദ് ഇന്ന് കുറച്ച് നേരത്തെ വിടണം, ഞങ്ങൾക്ക് മംഗളത്തിന് പോകാണ്ട്.
തലേന്ന് അങ്ങനെ പിറ്റേന്ന് വീണ്ടും വിളിച്ചത് ഉസ്താദ് ഇന്ന് കുറച്ച് നേരത്തെ വിടണോ, പിന്നെ എനിക്ക് അപ്പത്തെ മംഗലത്തിന് പോകാണ്ട്. അപ്പൊ ഇന്നലെ പോയത് എപ്പത്തെ മംഗലം, ഇത് അപ്പത്തെ മംഗലം. പിന്നെ മൂന്നാമത്തെ ദിവസം ഉസ്താദ് കുറച്ച് നേരത്തെ അയക്കണം, നമ്മളെ കുടുംബത്തിലൊരു മരിപ്പയിനെ മരിച്ചവർക്ക് പോകണം. ഇതെല്ലാം മദ്രസക്ക് അയക്കുമ്പോൾ മാത്രം കുറച്ച് നേരത്തെ അയക്കണമെന്നോ, സ്കൂൾ അയച്ചപ്പോൾ ഇതൊന്നും ഉണ്ടാകുന്നില്ല. സ്കൂൾ അയക്കുമ്പോൾ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് പോയാൽ മതി എന്നാ തീരുമാനിക്കും. മരിച്ചെടുത്താണെങ്കിലും സ്കൂളിൽ പുള്ള വന്നിട്ട് മതി പിന്നെ പോവാൻ. മദ്രസ ആകുമ്പോൾ സ്കൂളാകുമ്പോൾ എത്ര മണിക്കൂർ മനുഷ്യന്മാരെ, സ്കൂളാകുമ്പോൾ ഒരു രാവിലെ പോയാൽ വൈകുന്നേരം വരെ സ്കൂളിൽ തന്നെ. മദ്രസയോ മദ്രസ ഉള്ളത് തന്നെ ഒരു മണിക്കൂർ, അതും കുറച്ച് നേരത്തെ അയക്കണമെന്ന് പറഞ്ഞാൽ മണിക്കൂർ ഉണ്ടായിക്കണ. നമ്മളെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ അറിവ് കിട്ടേണ്ടത് മദ്രസയുടെ അറിവ്. അത് വലിയ ഉത്തരവാദിത്വമാണ്, വലിയ ശ്രദ്ധയോട് വേണം ബാപ്പ മക്കളെ മദ്രസയിലേക്ക് അയക്കാൻ, ഉമ്മ മക്കളെ മദ്രസയിലേക്ക് അയക്കാൻ. ഞങ്ങളൊക്കെ ആദ്യമായി എന്ത് പഠിച്ചത് മദ്രസ എന്നാണ് അല്ലേ? മദ്രസയാണ് നമ്മുടെ പഠനത്തിന്റെ ഇൽമിന്റെ അടിസ്ഥാനം, അടിത്തറ. എത്ര വലിയ വാള് പറയുന്ന ഉസ്താദായാലും, എത്ര വലിയ മുദർരിസായാലും, എത്ര വലിയ പണ്ഡിതനായാലും എല്ലാം ഒരു കാലത്ത് മദ്രസയിൽ ഓതി പഠിച്ചവരാണ്. അപ്പൊ നിങ്ങളിലൊക്കെ എല്ലാവരും മദ്രസയിൽ പഠിച്ചവരല്ലേ, പഠിപ്പിച്ച ഉസ്താദുമാരില്ലേ? മദ്രസയുടെ പഠിപ്പ് എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട മാനദണ്ഡമാണ്. ആ മദ്രസയിലേക്ക് കൃത്യസമയത്ത് പറഞ്ഞേക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, എല്ലാം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ മദ്രസയിലേക്ക് പോകുമ്പോൾ അവർ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം, അവരുടെ തലയിലെ തൊപ്പി ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്, ചില കുട്ടികളെ തലയിലെ തൊപ്പി കണ്ടാലോ വാങ്കന വരുന്നു. ഞാനിത് വെറുതെ പറയല്ല, വാങ്കന എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിത് വെറുതെ വാങ്കന എന്ന് പറഞ്ഞാൽ എന്റെ വാങ്കന വരുന്ന കാരണം എന്ത്? ആ തൊപ്പിന്റെ കളർ എവിടെ? എന്താ കാരണം? അത് പീഡന്ന് വാങ്ങിയിട്ട് ഇന്ന് വരെ കഴുകിയിട്ടേയില്ല. അപ്പോ അത് കഴുകിയിട്ടേയില്ല, ബാക്കി എല്ലാം കഴിക്കുന്നു, ഡ്രസ്സും കഴിക്കുന്നു, എല്ലാം കഴിക്കുന്നു, ഇത് കഴിക്കുന്നില്ല. എന്ത് കാരണോ? ഇത് മദ്രസയ്ക്ക് പോന്നേ, പള്ളിക്ക് പോകുന്നത് അത് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെക്കും. പിന്നെ പിറ്റേന്ന് പോകുമ്പോൾ അവിടെ തന്നെ എടുത്തിട്ട് ഇടുന്നേ പോന്നെ. അതിന്റെ ബേർപ്പിന്റെ മണത്തരെ. ഇപ്പൊ പിന്നെ പഴയപോലെ ഭയങ്കര ചൂടല്ലേ, അതിന്റെ ബേർപ്പിന്റെ മണത്തരെ. ഇത് ആര് നോക്കുന്ന? ആര് നോക്കാനില്ല. സുബ്ഹാനല്ല. ഇനിയിപ്പോ ഉസ്താദെങ്കാലും പിറ്റേന്ന് നോട്ട്സ് ചെയ്ത് തൊപ്പി ഒന്ന് കഴുകാൻ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ശ്രദ്ധിക്കാൻ പറയില്ല. അപ്പൊ പ്രശ്നം അതാ. ആകെ അയാൾ വേറൊന്നും പറഞ്ഞിട്ടില്ല, അയാൾ സഹിച്ച് അയാൾക്ക് ഇപ്പൊ ഇൻഫെക്ഷൻ തുടങ്ങി. ഈ തൊപ്പിന്റെ കളറിന്റെ പൊടിയും അടിച്ചിട്ട് അതിന്റെ മണം അടിച്ചിട്ട് വേർപ്പിന്റെ അയാൾക്ക് ഇപ്പൊ അയാൾ ആന്റിബയോട്ടിക് ഗുളിക കഴിച്ചോണ്ട് ഇൻഫെക്ഷൻ ആയിട്ട്. ആ ഷർറൊന്നും ഇല്ലാതാണ്ട് ഗുളിക ഒന്ന് നിർത്തി കിട്ടാൻ വേണ്ടി അയാൾ എഴുതി അയച്ച് കുട്ടിന്റെ തൊപ്പി ഒന്ന് കഴുകാനൊന്ന് ശ്രദ്ധിക്കണം, ഞങ്ങളോട് ശ്രദ്ധിക്കാൻ പറയണ്ട. കഴിഞ്ഞു അവിടെ പാങ്ങ അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമല്ലേ? നമ്മളെ മോൻ ധരിക്കണതല്ലേ? നോക്ക, നമ്മളെ സ്കൂളിലത്തെ ഡ്രസ് എത്ര ശ്രദ്ധിക്കും? എത്ര ശ്രദ്ധിക്ക? ഓ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ തലയിലെ തൊപ്പി എന്തിനേറെ പറയണം? ആ നമ്മുടെ മക്കൾ മദ്രസയിലേക്ക് മുസ്ഹഫ് വെച്ചു കൊണ്ടുപോകുന്ന ബാഗ്, മദ്രസയിൽ പഠിപ്പിക്കുന്ന കിതാബ് കൊണ്ടുപോകുന്ന ബാഗ്, അത് ഏത് വിധത്തിലാകണമെന്ന് ശ്രദ്ധിക്കണം. അത് അരയുടെ താഴോട്ടിറങ്ങുന്നതാകാൻ പാടില്ല, മുട്ടിന്റെ താഴോട്ടിറങ്ങുന്നതാകാൻ പാടില്ല. അതിങ്ങനെ ബേക്ക് ഭാഗത്ത് ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് അവസാനം നമ്മളത് അരയുടെ താഴോട്ടിറങ്ങുന്നത് പോലെ ആകാൻ പാടില്ല. കാരണം ആ ബാഗിന്റെ ഉള്ളിലുള്ളത് മുസ്ഹഫാണ്, അല്ലാഹുവിന്റെ കലാമായ ഖുർആനാണ്, അള്ളാന്റെ ദീനിന്റെ ഇൽമുകളുള്ള കിതാബുകളാണ്. അതിന് വലിയ ബഹുമാനമുണ്ട്. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഉമ്മയുടെ ഉത്തരവാദിത്വമാണ്. ബാപ്പക്കുമ്മ ഉത്തരവാദിത്വമുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ ലക്ഷ്യം ഒരിക്കലും മറന്നു പോകരുത്. ഓ, മരക്കപ്പുറത്തിരുന്ന് വേല കേൾക്കുന്ന ഉമ്മമാരെ, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വലിയ മഹാനല്ലേ? ആ മോന് വലിയ സ്ഥാനത്തേക്ക് എത്താനുണ്ടായ കാരണം ആ മഹാനരുടെ ഉമ്മയാണല്ലോ. മാലിക് ഇമാമ് കുട്ടിക്കാലത്ത് ഇങ്ങനെ കളിക്കാൻ തുടങ്ങുമ്പോ ഉമ്മ ചിന്തിക്കാണ്, എന്റെ മോന്റെ തലയിൽ കളി കയറാൻ പാടില്ല,
എന്റെ മോന്റെ തലയിൽ കളി കയറാൻ പാടില്ല. ഇന്ന് ഞങ്ങളെ മക്കളെ തലയിലൊക്കെ മൊബൈൽ കയറിയ കാലമാണ്. നന്നായി ശ്രദ്ധിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനർത്ഥം കുട്ടികളെ കയ്യിൽ മൊബൈൽ കൊടുക്കണ്ടെന്നല്ല, കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അത് എന്റെ കുറവായിരിക്കും. ഞാൻ നിങ്ങളോട് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞ കൊടുത്തിട്ടായിരല്ലേ ഉസ്താദ്, ഇനി എടുക്കുന്ന എങ്ങനെ പറയും, അങ്ങനെ പറഞ്ഞു. നിങ്ങൾ കൊടുക്കണ്ടെന്ന് ചൊല്ലി കൊടുക്കുന്നതിന് മുമ്പ് ചൊല്ലേണ്ടി കൊടുക്കണ്ട. ഇപ്പൊ ഞങ്ങൾ കൊടുത്തിട്ടായിന്, ഇപ്പൊ മൊബൈൽ ഉള്ളത് ഓന്റെ കയ്യില്, ആരുടെ കയ്യില്, ഉള്ളോന്റെ കയ്യില്. ഇനി ഓന്റെ കയ്യിലുള്ള മൊബൈലിൽ ഞാൻ എടുക്കുന്ന എങ്ങനെയാ അത് നിങ്ങൾ ചൊല്ലി തരുന്ന എങ്ങനെ എടുക്കുന്ന എങ്ങനെയാന്നല്ലേ, എങ്ങനെയാണ് എന്തെങ്കിലും ഒരു പണി നടക്കണമെങ്കിൽ ഇപ്പോൾ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ടാവണല്ലേ. പണ്ട് അങ്ങനെയല്ല. പണ്ട് നമ്മളെ ഈ ബേക്കർ ഒബർല ഈ ഭാഗത്തല്ലോ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്താൽ ഓന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് പ്ലേറ്റിൽ ഭക്ഷണം വെച്ചാൽ ഓൻ തിന്നുന്നില്ലെങ്കിൽ ആദ്യം ചട്ടങ്ങ കൊണ്ടുവന്ന് വെക്കും. നമ്മളെ നാട്ടിൽ ചട്ടങ്ങാന്നാ പറയാ. എവിടെ മനസ്സിലായ ചട്ടങ്ങാന്ന അല്ലേ? മനസ്സിലായില്ല അല്ല, നിങ്ങൾ വേറെന്തെങ്കിലും മനസ്സിലാക്കിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് വേറെന്തെങ്കിലും മനസ്സിലാക്കിയ പിന്നെ പ്രശ്നമാവും. എന്ത് ചട്ടങ്ങ പറഞ്ഞ എന്ത് മനസ്സിലായി? ഒന്ന് കാണിക്കുക, എങ്ങനെ ഉണ്ടാവും ഒന്ന് കാണിക്കുക. ഒന്ന് മിനിറ്റ് മനുഷ്യന്മാർ ഇവരെ വേല നിർത്താൻ സമയമായി. ഒന്ന് ചട്ടങ്ങ ഒന്ന് അള്ളാഹു നിങ്ങളെ തൊള്ളക്ക് പഞ്ചസാര ഇട്ട് തരട്ടെ. ആയല്ലേ? ഇന്ന് കുറച്ച് പറഞ്ഞോളയാ. നീളത്തിലില്ലേ ഇങ്ങനെ ഈ ദോശ അല്ലേ ഈ മരിച്ചിടുന്ന ആംപ്ലേറ്റ് ഉള്ള മരിച്ചിടുന്ന അതിനെന്ത് നിങ്ങൾ പറയുന്നേ? ചട്ടുങ്ങ. ചട്ടുങ്ങ എന്നല്ലേ പറയുന്നത്? ചട്ടുങ്ങ. നിങ്ങക്ക് മനസ്സിലായില്ലേ അവനെ? ചട്ടുങ്ങ. അപ്പൊ ഈ ചട്ടുങ്ങം വെച്ചിട്ട് കുട്ടിയെ പേടിപ്പിക്കും. ചട്ടുങ്ങ കാണുമ്പോ എന്താവും? ചട്ടുങ്ങ കാണുമ്പോ കുട്ടി തിന്നു കഴിക്കും പേടിച്ചിട്ട്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഉപ്പാന്റെ പാന്റിന്റെ നടുവിൽ ഫിക്സ് ചെയ്തിരുന്ന ബെൽറ്റിന്റെ ആ ബെൽറ്റ് കൊണ്ടുവന്ന് വെക്കാറുണ്ടായിരുന്നു. തിന്നുന്നില്ലെങ്കിൽ പൊടിയാക്കുന്ന ഞാൻ. അപ്പൊ അതിൽ തിന്നു. അത് ബെൽറ്റ് കണ്ടിട്ട് ഇപ്പൊ ചട്ടങ്ങ വെച്ചാൽ ബെൽറ്റ് കൊണ്ടുവന്ന് വെച്ചാൽ ഇപ്പൊ എന്ത് കൊടുക്കണോ? അന്ന് പേടിപ്പിച്ചിട്ടാണ് ചീറ്റിച്ചോണ്ടായി. ഇന്ന് പേടിപ്പിക്കാൻ ഉമ്മാക്ക് കഴിയോ? ഉപ്പാക്ക് കഴിയോ? ഓ ഇപ്പുറം അതിന്റെ അപ്പുറം പേടിപ്പിക്കൂലേ? പിന്നെ ഇപ്പൊ ഓനെ താലോലിക്കുന്നേ. താലോലം കുഞ്ഞെ താലോലം ഓനെ താലോലിക്കുന്നല്ലേ? എങ്ങനെ? ഈ മൊബൈൽ കൊടുത്തിട്ട് താലോലിക്കുന്ന, ഇത് കൊടുത്തിട്ട് തീറ്റിക്കുന്ന. ഇതാ എങ്ങനെങ്കിലും തിന്നറമ്പ, ഇതാ മൊബൈലും തരുന്നേ തിന്നറമ്പ. ഇപ്പൊ മൊബൈൽ എന്നെ കേൾക്കുന്ന. ഞാൻ പറയുന്ന മൊബൈൽ കൊടുക്കണ്ടെന്നല്ല, ഏറ്റവും ചുരുങ്ങിയത് ശരിക്കും ഏറ്റവും ചുരുങ്ങിയത് ആ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവിടെ മുന്നിൽ വേണം. നമ്മളെ കൺമുന്നിൽ അവൻ മൊബൈൽ കണ്ടോട്ടെ. ഇയാളെന്തിലാ മൊബൈൽ കണ്ടോട്ടെ എന്ന് പറയുന്നത്? കണ്ടോട്ടെ എന്നല്ലെങ്കിൽ പിന്നെ എന്താക്കുന്ന ഞാൻ പറഞ്ഞു കൊണ്ടാട്ടെ എന്ന് പറയട്ടെ. ഓൻ പിന്നെ കാണാതിരിക്കൂലെന്ന് ഉറപ്പല്ലേ? അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ മക്കൾക്ക് മൊബൈൽ കൊടുക്കുകയാണെങ്കിൽ എന്റെ മുന്നിലല്ലാതെ കൊടുക്കണ്ട, ഉപ്പാന്റെ മുന്നിലല്ലാതെ കൊടുക്കരുത്, ഉമ്മാന്റെ മുന്നിലല്ലാതെ കൊടുക്കരുത്, ഓനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് കൊടുക്കരുത്. കാരണം ഇതിൽ ഈ വരുന്നത് എന്തെല്ലാം വരുന്നേ, ഇതിങ്ങനെ ഓൻ ഒത്തിയിട്ട് പോകണമെന്നില്ല. ഒന്ന് കഴിഞ്ഞാൽ പിന്നൊന്ന് വരും, ഒന്ന് കഴിഞ്ഞാൽ പിന്നൊന്ന് വരും. അപ്പൊ അതിലിങ്ങനെ നോക്കുമ്പോ പല ബടക്കത്തരം വരും. അത് വന്നാൽ ഈ ചെറിയ കുഞ്ഞിന്റെ മനസ്സിൽ ഇങ്ങനെ കുത്തിവെച്ചാൽ അത് കല്ലിൽ കുത്തിവെച്ചതുപോലെ പിന്നെ അത് മാഞ്ഞുപോവാൻ പ്രയാസാണ്. പിന്നെ അതിന്റെ താല്പര്യക്കാരനായി മാറും. ഇത് ഉമ്മമാർ ശ്രദ്ധിക്കണം, ഉപ്പമാർ ശ്രദ്ധിക്കണം. അതാണ് മാലിക് റളിയല്ലാഹു അൻഹു